ഹായ്! ഇതിന്നലെ ഉച്ച കഴിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കപ്പ നേരത്തെ നമ്മൾ പറിച്ചായിരുന്നു. പറിച്ച കപ്പ ഉച്ചയ്ക്ക് കുറച്ച് നമ്മളെടുത്ത് വേവിച്ചു. പിന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു. വൈകിട്ട് വറക്കാമല്ലോ എന്ന് വിചാരിച്ച് കപ്പ പിഴുതതിന് ശേഷം അവിടെ ഒരു കമ്പ് നടുകയും ചെയ്തു ആ കപ്പയുടെ. പിന്നെ കോവലിൻ്റെ പന്തൽ പൊട്ടിപ്പോയായിരുന്നു. പിന്നെ വേറെ കുറേ പൈപ്പൊക്കെ വെച്ച് കോവലിൻ്റെ പന്തലൊക്കെ കെട്ടി. പിന്നെ പിന്നെ കുറച്ച് പറമ്പിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് മീന് തീറ്റ കൊടുക്കാൻ പോയി. ഒരു 5 മീനെ മേടിച്ചുകൊണ്ടിട്ട് ഇപ്പോൾ അതിനകത്ത് നിറച്ച് മീൻ കുഞ്ഞുങ്ങളുണ്ട്. ഗപ്പികളാട്ടോ. ഇത് നമ്മുടെ ഓസ്കാർ കുട്ടനാണ്. ഇതിനകത്ത് 4 സക്കറും കൂടെ കിടപ്പുണ്ട്. പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് വെളിയിൽ നിൽക്കാൻ തന്നെ നല്ല സുഖമുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ തൊട്ടപ്പുറം മൊത്തം NTPC പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം കാട് കയറി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് വാഴയും ചീനിക്കമ്പും ചീരേരിയൊക്കെ നട്ടിട്ടുണ്ട്. ആരും വൃത്തിയാക്കാൻ വരത്തില്ല, നമ്മൾ തന്നെ വൃത്തിയാക്കി അതെല്ലാം ചെയ്യുന്നത്. അതെല്ലാം വെള്ളം ഒഴിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഇതേണ്ടാ പെരയ്ക്കകത്തൊരു സാധനം. അത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ നോക്കും, പിന്നെ കൈ തൊഴുതുകൊണ്ട് നിൽക്കും. ഇത് പണ്ട് ഞാൻ സ്കൂളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കാപ്പിപ്പൊടി കളറാണ്. അതിപ്പോൾ ഒരു പച്ച കളറിലാണ് പെരയ്ക്കകത്ത് വന്നിരുന്നത്. അതേ സമയത്ത് 5-6 ഒരുമിച്ച് വന്നിരുന്നിട്ടുണ്ട്. ഇതിനെ വിളിക്കുമ്പം അത് പോയാലും നമ്മളതിനെ വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞ് നമ്മളെ കൈ കൂപ്പി കാണിച്ചിട്ട് പോകും. എന്നെ ഉപദ്രവിക്കല്ലേ എന്നായിരിക്കും അത് പറയുന്നത്. ഇന്നിതിനെ കൈകൂപ്പി എന്നൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചീനിക്കുള്ള പരിപാടിയായി. ചീനി അരിയാനെടുത്തപ്പോഴേ പറഞ്ഞു ഒരാൾക്ക് നീളത്തിൽ വേണം, ചതുരത്തിൽ വേണം, പിന്നെ വട്ടത്തിൽ വേണം, ഡിസൈനിൽ വേണം. സ്ലൈസർ ഇല്ലാത്തതുകൊണ്ട് അതുണ്ടായിരുന്നു, അത് ഒടിഞ്ഞുപോയി. അപ്പോൾ പിന്നെ പിച്ചാത്തി വെച്ച് ചെയ്യണമല്ലോ. അങ്ങനെ പിച്ചാത്തി വെച്ച് ചെയ്ത് കൈക്ക് നല്ല പണിയും കിട്ടി. എന്തായാലും 3 തരത്തിലുള്ളതുണ്ടാക്കി. നല്ലതായിരുന്നു. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയ വെള്ളം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് തന്നെ കേട്ടില്ല, നല്ല കറുമുറാന്ന് വന്നിട്ടുണ്ട്. ആ വട്ടത്തിൽ അരിഞ്ഞതിന് ശകലം കനം കൂടുതലുണ്ട്. എല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവടിക്കപ്പി ഉണ്ടായിരുന്നു. അമ്മ ഇവിടെ പോയായിരുന്നു. അപ്പം ഞങ്ങൾ പോകാത്തതുകൊണ്ട് അമ്മ അത് മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കാനാണ്. അതും കഴിച്ച് ഉപ്പേരിയെല്ലാം ടിന്നിലാക്കിയിട്ട് കുറച്ചെടുത്ത് നമ്മൾ കൊള്ളിക്കച്ചി ഉണ്ടാക്കി. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും ചോറ് കഴിച്ചില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് കലാപരിപാടികളാണ്. അതിനിപ്പോഴെങ്ങും തീരത്തില്ല. ഒരു വട്ടം വെക്കുന്ന പാട്ട് 2-3 തവണയൊക്കെ വെക്കും. ഇപ്പം മുരുകൻ്റെ പാട്ട് വെച്ചേക്കുക. ഇനിയിപ്പം കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കണം. ഇതോടുകൂടി ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.